ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ തൻ്റെ ആവശ്യം തുറന്നു പറയുകയാണ് ബാലചന്ദ്രൻ ശാരികയോട്. പക്ഷേ ശാരിക അങ്ങ് സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ബാലേട്ടനെ ഞാനൊരു ഏട്ടൻ്റെ സ്ഥാനത്ത് എല്ലാത്തിനും കൂടെ നിന്ന് ഉപദേശങ്ങൾ തരുന്ന ഒരു സഹോദരനായിട്ടാണ് കാണുന്നത്, അല്ലാതെ മറ്റൊരു തരത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അങ്ങ് കലികേറുകയാണ്. വെറുതെ ഒരു ഏട്ടൻ സ്ഥാനം പറിച്ചു തന്നിട്ട് എനിക്ക് എന്തിനാണ്? ഏട്ടന്മാരായിട്ടൊക്കെ കുറേ പേരുണ്ടല്ലോ, അങ്ങനെ നിൽക്കാൻ ഞാനില്ല. ഈ ആടിന് പ്ലാവില തരുന്നത് പോലെ പിന്നാലെ നടക്കാനായിട്ട് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പിന്മാറുകയാണ്. തുടർന്ന് ദേഷ്യത്തോടു കൂടി ബാലേന്ദ്രൻ അങ്ങ് പോകുന്നുണ്ട്. കാറിലേക്ക് കയറാൻ നേരം ബാലേന്ദ്രൻ ഒരു ഭീഷണി സ്വരത്തിൽ ശാരികയോട് പറയുകയാണ്, പിന്നെ ഈ കേസും കൂട്ടവുമൊക്കെ നീ വേണമെങ്കിൽ ഇനി നോക്കിക്കോ. തീക്കൊള്ളി വലിച്ചെറിഞ്ഞില്ലേ ഒരുത്തൻ്റെ മേൽപോട്ടത്തേക്ക്, അവനാണെങ്കിൽ ദേഹമാസകലം പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടപ്പുണ്ട്. മരിക്കുകയാണെങ്കിൽ അതിനും കൂടി നീ സമാധാനം പറഞ്ഞോ എന്നൊരു ഭീഷണിയും കൊടുത്തിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോകുന്നുണ്ട്. ശാരികയോട് തൻ്റെ ഉദ്ദേശം നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴും. അങ്ങനെ ഇനി എന്ത് ചെയ്യും? എല്ലാവരെയും പിണക്ക് മാറ്റുകയും ചെയ്തു. സഹോദരൻ, അമ്മയെ എല്ലാവരെയും മാറ്റി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ ശാരികയും നിൽക്കുകയാണ്. ഇതേസമയം സ്റ്റേഷനിൽ വിഷ്ണു ഒരു ബെഞ്ചിലിരിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രബോസ് എത്തുന്നുണ്ട്. ചന്ദ്രബോസ് വിഷ്ണുവിനെ കാണുമ്പോഴങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല സാർ ഇവിടെ ഇരിപ്പുണ്ടോ? എന്താ വണ്ടിയുടെ കണ്ടീഷൻ? പോലീസ് വണ്ടിയുടെ കണ്ടീഷനൊക്കെ ശരി തന്നെയാണോ? എ സിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കാമെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ദേഷ്യമൊക്കെ അങ്ങ് കടിച്ചമർത്തി ക്ഷമയോടെ പറയുന്നുണ്ട്, അല്ല ബോസ് സാറേ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ കേസ് അങ്ങ് ഒത്തുതീർപ്പാക്കാമെന്ന് പറയുമ്പോൾ ചന്ദ്രബോസിന് വീണ്ടും ചിരിയാണ്. അപ്പോൾ ഈ ബോസിൻ്റെ കൂടെ സാറേന്ന് നീട്ടി വിളിക്കാനൊക്കെ നിനക്ക് അറിയാമല്ലേ? നീ നിൻ്റെ ഭാര്യയും കൊണ്ട് പോലീസ് വണ്ടിയിൽ പോയത് ഞാനങ്ങ് വിടാം, ശരി സമ്മതിച്ചു. പക്ഷെ അവരെ അറസ്റ്റ് ചെയ്യാൻ വിട്ടത്, നിന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാരെ സോമശേഖരനെയൊക്കെ വിട്ടത് ഞാൻ തന്നെയാണ്. പക്ഷെ നീ സ്റ്റേഷനിൽ വന്ന് ഹീറോയിസം കാണിച്ചില്ലേ, അത് ഞാൻ എങ്ങനെ വിട്ടുകളയും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ ദേഹത്തെ തോളിലുമൊക്കെ കൈവയ്ക്കുകയും ഇങ്ങനെ സ്പീഡിന് കൈവയ്ക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്ണു ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ശാരദാമ്മ നിൽക്കുകയാണ്. ദേ നിൻ്റെ അമ്മായിയമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്കങ്ങ് തുടങ്ങാമെന്ന് പറയുമ്പോൾ അപ്പോൾ സാറ് രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതേടാ, കൽപ്പിച്ച് തന്നെയാണ്. നീ നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കൈവച്ചപ്പോൾ നീ എന്താണ് പറഞ്ഞത്? പോലീസുകാരൻ്റെ ദേഹത്ത് കൈവയ്ക്കുകയല്ല, ഒടിക്കുമെന്നല്ലേ? നീ എൻ്റെ മേലിൽ പൊക്കിയത് ഈ കൈ ഉണ്ടല്ലോ, ഇത് ഞാനങ്ങ് ഒടിച്ച് കളയുമെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിക്കാനൊക്കെ ബോസ് ശ്രമിക്കുന്നുണ്ട്. എനിക്കെന്തായാലും ക്ലിയറാക്കി കിട്ടിയിരിക്കുന്നത് നീ ആ വണ്ടി കടത്തിക്കൊണ്ട് പോയത് തന്നെയാണ്. പിന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. നിൻ്റെ പിടിവള്ളിയായ ശ്രീരഞ്ജിനി ഉണ്ടല്ലോ, അവരിവിടെ നിന്ന് വാലും ചുരുട്ടി പോയതേ ഉള്ളൂ, ആൾ സസ്പെൻഷനിലാണ്. പിന്നെ എൻ്റെ തോളിനേക്കാൾ കൂടുതൽ നക്ഷത്രമുള്ള ആരും ഈ കേസിൽ ഒരു ഒത്തുതീർപ്പിനും വരില്ല എന്ന് ഞാൻ മുകളിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നീ എൻ്റെ മേലിൽ കൈവച്ച് പോലീസുകാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ നിന്നെ എങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് താൻ വിജയിക്കും എന്നുള്ളൊരു രീതിയിൽ അങ്ങ് ചന്ദ്രബോസ് അട്ടഹസിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ദേഷ്യം കടിച്ചമർത്തി എന്തോ പ്രതീക്ഷയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് ശാരദാമ്മ ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയെ ആ സെല്ലിൽ നിന്നും ഇറക്കിയ ശേഷം വിഷ്ണുവിനെ പോലീസുകാരോട് ആ സെല്ലിലേക്ക് കയറ്റാൻ പറയുകയാണ്. അന്നേരം ശാരദാമ്മ തൊഴുത് നിൽക്കുകയാണ്, വിഷ്ണുവിനെ ഒന്നും ചെയ്യില്ലേ സാറേ എന്ന്. തുടർന്ന് ആ പോലീസുകാരോട് പിന്നെ ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഇനി എന്താണ് വേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ, അവനൊന്ന് റെഡിയാക്കി നിർത്ത്, ഞാൻ വരാമെന്ന് പറഞ്ഞ യൂണിഫോമിൻ്റെ ബട്ടൺസൊക്കെ അഴിച്ചുകയാണ് ചന്ദ്രബോസ്. അന്നേരം വിഷ്ണുവിനെ തല്ലാനുള്ള പ്ലാൻ തന്നെയാണ് അവിടെ ബോസിന്. തുടർന്ന് വിഷ്ണുവിനെ പോലീസുകാർ 2 കോൺസ്റ്റബിൾ ചേർന്ന് ആ സെല്ലിലേക്ക് ഇങ്ങനെ 2 കൈയും ഓരോ കമ്പികളുടെ ഇടയിലേക്ക് വെച്ചിട്ട് വിലങ്ങിടുകയാണ്. അന്നേരം വിഷ്ണുവിന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അന്നേരം ഇനി നിൻ്റെ കൈ ഒരു പോലീസുകാരൻ്റെ മേൽപ്പോത്തത്തേക്ക് ഉയരില്ല, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് യൂണിഫോമൊക്കെ അഴിച്ച് പഞ്ഞിനൊക്കെ ഇട്ട് ലാത്തിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അന്നേരം കെട്ടിയിട്ട് തല്ലുന്നത് ആണത്തരമല്ലല്ലോ സാറേ എന്ന് പറയുമ്പോൾ, അതൊക്കെ നീ ഇപ്പോൾ പറയും, പക്ഷെ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നീ ഇനി എങ്ങനെയാണ് 2 കാലിൽ നടക്കുന്നത്? എൻ്റെ കൈ ഒടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വീരവാദം വിടുകയാണ് ചന്ദ്രബോസ്. പക്ഷേ വിഷ്ണു അന്നേരവും നല്ല ധൈര്യത്തോടെ നിൽക്കുകയാണ്. വിഷ്ണു സാറ് വിളി മാറ്റിയിട്ട് പറയുകയാണ്, ചന്ദ്രബോസേ, നീ എൻ്റെ മേൽപോട്ടത്തേക്ക് ഒരു കൈ വയ്ക്കുകയാണെങ്കിൽ എന്നെ അങ്ങ് കൊന്നേക്കണം, ഒരടി എൻ്റെ ദേഹത്ത് കൊള്ളുകയാണെങ്കിൽ, അല്ലെങ്കിൽ നീ 2 കാലിൽ നടക്കില്ല എന്ന് പറയുമ്പോഴും അതും എൻ്റെ പരിഗണനയിലുണ്ട് എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം ഇതൊക്കെ കണ്ടിട്ട് ശാരദാമ്മ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ആ വനിതാ കോൺസ്റ്റബിൾ ശാരദാമ്മയെ പിടിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ടെന്ന്. നേരവും ചന്ദ്രബോസ് ശാരദാമ്മയോട് ദേഷ്യപ്പെടുകയാണ്, ദേ മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കും തല്ല് വീഴും എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ സങ്കടത്തോടെ നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു സധൈര്യം നിൽക്കുകയാണ്. ഈ സമയത്ത് ഹോം മിനിസ്റ്ററുടെ വണ്ടി ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ ഇങ്ങനെ തല്ലാനായിട്ട് ആ ലാത്തി പിറകിൽ നിന്ന് ഇങ്ങനെ ലാത്തി ഓങ്ങുമ്പോൾ ഹോം മിനിസ്റ്റർ അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് കോൺസ്റ്റബിൾ എന്ന് പറയുകയാണ്, സാറേ മിനിസ്റ്റർ വന്നിരിക്കുന്നു. അന്നേരം ഏത് മിനിസ്റ്ററോടോ എന്ന് ചോദിക്കുകയാണ്. സാറേ മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ ഒരു ആഭ്യന്തരമന്ത്രി പോകാൻ പറയടോ എന്ന് പറഞ്ഞിട്ട്
ചന്ദ്രബോസ് വീണ്ടും തല്ലാൻ തുടങ്ങിയാണ്. പക്ഷേ ഈ സമയത്തിനകത്ത് ആഭ്യന്തരമന്ത്രി അകത്തേക്ക് കടന്നിരുന്നു. ഇവിടുത്തെ SHO ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു ചന്ദ്രബോസ് ആണെന്ന് പറയുമ്പോൾ ഈ സംസാരം ചന്ദ്രബോസ് കേൾക്കുകയാണ്. അന്നേരം വിളിക്കുക അയാളെ എന്നിങ്ങനെ പറയുമ്പോൾ ഹോം മിനിസ്റ്ററുടെ സംസാരം കേട്ടിട്ട് അറിയാതെ ചന്ദ്രബോസിൻ്റെ കയ്യിൽ നിന്നും ആ ലാത്തി അങ്ങ് പേടിച്ച് താഴെ വീഴുകയാണ്. തുടർന്ന് ആ ശബ്ദം കേട്ടിട്ട് അറിയാതെ ചന്ദ്രബോസിൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട് ആഭ്യന്തരമന്ത്രി വെമ്പായം ഷൺമുഖദാസ് എന്ന്. അന്നേരം അയാൾ എവിടെയെന്ന് ആഭ്യന്തരമന്ത്രി ആ സോമശേഖരൻ സാറിനോട് തിരക്കുകയാണ്. അന്നേരം ലോക്കപ്പിലുണ്ടെന്ന് പറയുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലോക്കപ്പിലാണോ ഡ്യൂട്ടിയും ചോദിക്കുകയാണ്. അന്നേരം അത് സെല്ലിലേക്ക് നോക്കുന്നുണ്ട്. അന്നേരം സെല്ലിൽ എന്താടോ വിലങ്ങ് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ ഒന്നുമില്ല, ഇത് കൂട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇതെന്താ നിങ്ങളാണ് ഇവിടുത്തെ ഹൗസ് ഓഫീസർ എന്നൊക്കെ ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നുണ്ട്. അല്ല സാർ ലോക്കപ്പ് പുറത്തുനിന്ന് പൂട്ടിയതാണെന്ന് പറയുമ്പോൾ എന്തുവാടോ ഇതൊക്കെ അങ്ങ് തുറന്നു കൊടുക്കടോ എന്ന് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്. അന്നേരം ആകെ പേടിച്ച് നിൽക്കുകയാണ് ഈ മന്ത്രിയെ കണ്ടിട്ട് ചന്ദ്രബോസ്. പക്ഷെ ഒട്ടും കൂസലില്ലാതെ മന്ത്രിയെ പോലും നോക്കാതെ തലയെടുപ്പോടുകൂടി വിഷ്ണു നിൽക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രബോസ് ആഭ്യന്തരമന്ത്രിയുടെ അടുത്തേക്ക് വരുന്ന സല്യൂട്ട് അടിക്കുന്നുണ്ട്. അന്നേരം തൻ്റെ യൂണിഫോം ഇടുകയും ചോദിക്കുമ്പോൾ അഴിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. അത് എന്നേക്കുമായിട്ട് അഴിച്ചു വെക്കേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതേപോലെ സല്യൂട്ട് അടിച്ച് നിന്ന നിൽപ്പിൽ തന്നെ ചന്ദ്രബോസ് നിൽക്കുന്നുണ്ട്. അന്നേരം ഇതെന്താടോ മൂന്നാം മുറയൊക്കെ താനിത് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്, എന്താടോ കേസെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പോലീസ് വാഹനം മോഷ്ടിച്ചുകൊണ്ട് പോയതാണെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ നാണമില്ലേടോ, വയർലെസ് മോഷണം, പോലീസ് വാഹനം മോഷണം, എന്നിട്ട് വാഹനം കിട്ടിയോ എന്നിങ്ങനെ പരിഹസിച്ചാണ് മന്ത്രി ചോദിക്കുന്നത്. അത് അവൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു എന്ന് പറയുമ്പോൾ പിന്നെ എന്താടോ കേസ്, അവൻ ഇങ്ങോട്ട് ഇറക്കി വിട്, റിലീസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് എന്ന് പറയുകയാണ് ചന്ദ്രബോസ് എന്ന്. അന്നേരം ഇത് ആഭ്യന്തരമന്ത്രിയുടെ ഹോം മിനിസ്റ്ററുടെ ഓർഡറാണ്, റിലീസ് ചെയ്യുമെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുമ്പോൾ സർ എന്ന് പറഞ്ഞിട്ട് തുറന്നു വിട് അവനെ എന്ന് കോൺസ്റ്റബിൾമാരോട് ചന്ദ്രബോസ് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ ഒന്ന് നോക്കിയ ശേഷം ആഭ്യന്തരമന്ത്രി ചന്ദ്രബോസിനോട് പറയുകയാണ്, ഈ ചെറുപ്പക്കാരനെതിരെയോ ഈ ചെറുപ്പക്കാരനായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും എതിരെ ഒരു കേസും യാതൊരു വഴക്കും കേസുകൂട്ടം ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. ഇതെൻ്റെ ഓർഡറാണ്, ഹോം മിനിസ്റ്റർ ഓർഡറാണ്, മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് ആകെ പെട്ടേക്കാണ് സാർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങാനായിട്ട് നോക്കുമ്പോഴാണ് സത്യഭാമ വരുന്നത്. അതിനിടയ്ക്ക് സത്യഭാമ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വരുന്നതൊക്കെ കാറിൽ കാണിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ആഭ്യന്തരമന്ത്രി സത്യഭാമ ഇങ്ങനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. സത്യഭാമയും ചിരിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമയുടെ അടുത്തേക്ക് വന്ന ശേഷം പറയുകയാണ്, ഇത്രയും പോരെ സത്യാമ്മ എനിക്ക് തന്ന ഉപകാരങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇത് ചെറുതാണ്, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയുമ്പോൾ മതി, ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് ഭാമയങ്ങ് തൊഴുകയാണ്. ഷൺമുഖദാസ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി തൊഴുത് സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് ദേഷ്യവും വരുന്നുണ്ട്, അമ്മ തന്നെ രക്ഷിച്ചതിൽ. പക്ഷേ ഒന്നും പറയാതെ വിഷ്ണുവിനെ നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കണ്ട് അങ്ങ് സന്തോഷത്തോടു കൂടി ശാരദാമ്മ നിൽക്കുകയാണ്. തുടർന്ന് വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട്, അതിനിടയിലാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് മന്ത്രി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് സത്യഭാമ ദേഷ്യത്തോടു കൂടി ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് വരികയാണ്. ചന്ദ്രബോസ് അങ്ങ് മുട്ട വിറച്ച് നിൽക്കുകയാണ്. തുടർന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ഭാമ. എന്നിട്ട് പറയുകയാണ്, ഇതാരാണെന്നറിയാമോ, ഇത് സത്യഭാമയുടെ മകൻ വിഷ്ണുവാണ്. ഈ സത്യഭാമ വിചാരിച്ചാൽ തന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുമെന്നറിയല്ലോ, പക്ഷേ അതിനൊന്നും ഈ ഭാമ പോകുന്നില്ല. പക്ഷെ എൻ്റെ മകനെതിരെ ഒന്നും ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ വിഷ്ണുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറയുകയാണ്. ശാരദാമ്മയ്ക്കാണെങ്കിൽ എന്തോ ഒരു കുളിര് കോരുന്നത് പോലെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഒന്നും പറയുന്നില്ല, അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്രബോസ് ആണെങ്കിലോ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് പിടിച്ച് ഭാമ പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ ദേഹത്ത് ഒരു പൂഴി മണ്ണ് വീണാൽ നിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റേഷനിൽ നിന്നല്ല, ഈ ലോകത്തു നിന്ന് തന്നെ ആയിരിക്കും നിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്, മനസ്സിലായോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചന്ദ്രബോസ് ആകെ പേടിച്ചും ദേഷ്യത്തോടെ നിൽക്കുകയാണ്, തിരിച്ചൊന്നും പറയാനാകാതെ. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ സത്യഭാമ ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് കൈ ഓങ്ങിയിട്ട് വാടാന്ന് വിളിക്കുകയാണ് വിഷ്ണുവിനെ. വാടാന്ന് വിളിച്ചിട്ട് ഭാമ അങ്ങ് മുന്നേ നടക്കുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടെ വിഷ്ണുവും ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കിയിട്ട് വാ ശാരദാമ്മയെന്ന് പറഞ്ഞിട്ട് ഭാമയുടെ കൂടെ ഇറങ്ങുകയാണ്. അതേസമയം ദേഷ്യത്തോടു കൂടി ഇവരൊക്കെ പോയ ശേഷം ദേഷ്യത്തോടു കൂടി ചന്ദ്രബോസ് ആണെങ്കിൽ ആ കൈ ആഞ്ഞിങ്ങനെ മേശപ്പുറത്തേക്ക് ഇടിക്കുന്നുണ്ട്. തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നത് ഉദ്ദേശിച്ച് സുസ്മിതയുടെ ചിറ്റപ്പനായിട്ടും ഒരടി പോലും വിഷ്ണുവിനെ അടിക്കാനായിട്ടും കഴിഞ്ഞില്ല. ആകെ മാനക്കേടാവുകയും ചെയ്തു ഇവിടെ. തുടർന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് 3 പേരും എത്തുകയാണ്, ഭാമയും ശാരദാമ്മയും വിഷ്ണുവും. എന്നിട്ട് ശാരദാമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും മകനെയും. പക്ഷേ വിഷ്ണുവിനും സത്യഭാമയ്ക്കും മുഖത്ത് നോക്കാനായിട്ട് ചെറിയൊരു ചമ്മൽ. അവസാനം 2 പേരും നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുകയാണ്. പക്ഷേ ഭാമയുടെ മുഖം ആകെ അങ്ങ് സങ്കടമാണ്. അന്നേരം വിഷ്ണു ഓർക്കുന്നുണ്ട്, ഇങ്ങനെ അന്ന് വഴക്കിട്ട് ഇറങ്ങിയപ്പോൾ ഈ സത്യഭാമയുടെ പേര് പറഞ്ഞാൽ നിനക്ക് താമസവും ഭക്ഷണവും ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും രണ്ടാണ്, വിഷ്ണു വേറെയാണ്, ഇന്നു മുതൽ ബന്ധം വേർപെടുത്തുകയാണെന്നൊക്കെ
വിഷ്ണു വെല്ലുവിളിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. അവസാനം അമ്മ തന്നെ അവിടെ തോറ്റുപിടിക്കുകയാണ്. നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നിങ്ങനെ സങ്കടത്തോടെ തന്നെയാണ് ചോദിക്കുന്നത്. അന്നേരം വിഷ്ണു ആദ്യം അമ്മയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് അങ്ങ് സങ്കടം വരികയാണ്. പക്ഷേ വിഷ്ണു അങ്ങ് പറയുന്നുണ്ട് ശാരദാമ്മയെ വീട്ടിൽ കൊണ്ടാക്കണം, പിന്നെ ശാലിനിയെ എക്സാം സെൻറ്ററിൽ നിന്ന് എടുക്കണം എന്നിങ്ങനെ പതിയെ ഇടറിയ സ്വരത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അന്നേരവും വിഷ്ണു ഓർക്കുന്നുണ്ട് ശാലിനിയെ പറ്റി പറഞ്ഞത് സത്യഭാമ, ഈ പെണ്ണിനെ വരെ നിനക്ക് കിട്ടിയത് സത്യഭാമയുടെ ലേബലിലാണ്, ഇട്ട് മൂടാനുള്ള പണമില്ലെങ്കിൽ പിന്നെ നിന്നെ ആർക്ക് വേണമെടാന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പക്ഷേ അവസാനം സത്യഭാമ അങ്ങ് അവിടെ സമ്മതിക്കുകയാണ്. ശരി ആയിക്കോട്ടെ, എന്നാൽ എങ്ങനെ ആവട്ടെ എന്ന് പറയുമ്പോൾ ശാരദാമ്മയെന്ന് വിഷ്ണു വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ പുറകെ ശാരദാമ്മ പോവുകയാണ്. ശാരദാമ്മ ഇങ്ങനെ ഭാമയും നോക്കുന്നുണ്ട്. ഭാമയും സന്തോഷത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്. ജീപ്പിലേക്ക് വിഷ്ണുവിൻ്റെ ജീപ്പ് അവിടെ കിടപ്പുണ്ടല്ലോ, ജീപ്പിലെ ഫ്രണ്ട് സീറ്റിലേക്ക് ശാരദാമ്മയെ കയറ്റിയിരുത്തിയ ശേഷം വിഷ്ണു വീണ്ടും ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ നേരവും അമ്മയെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള പിണക്കം അവിടെ തീരുകയാണ് എന്നാണ് തോന്നുന്നത്. ബാക്കി അടുത്ത എപ്പിസോഡിൽ. എന്തായാലും ഭാമ മകന് വേണ്ടി മകനെ ചേർത്ത് പിടിക്കുകയും മകനെ രക്ഷിക്കുകയും ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.